Hi friends, welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വിഷു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അടിപൊളി ബോട്ടിൽ ആർട്ട് ആയിട്ടാണ് ട്ടോ. അപ്പോൾ അതിന്റെ മുമ്പ് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ അടുത്തുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഞാനിപ്പോൾ ഇവിടെ ഗ്രീൻ കളർ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ബേസ് കോട്ട് ഒന്നും അടിച്ചു കൊടുക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി കുറച്ച് പൂക്കൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ പിസ്താഷ്യയിൽ വെച്ചിട്ടാണ് കണിക്കൊന്ന ഉണ്ടാക്കിയെടുക്കുന്നത്. ക്ലേ ഒക്കെ ഇല്ലാത്ത ആളുകൾക്ക് അതിന് പകരമായിട്ട് അടിപൊളിയായിട്ട് തന്നെ ഈ പിസ്താഷ്യയിൽ വെച്ചിട്ട് നമുക്ക് കണിക്കൊന്ന ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഫസ്റ്റ് കുറച്ച് പൂക്കൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഒറിജിനൽ പൂവ് എങ്ങനെയാണോ അതുപോലത്തെ ഇതിലുള്ള പൂക്കൾ ഉണ്ടാക്കിയെടുത്തിട്ടാണ് പിന്നെ ബോട്ടിൽ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 3 പിസ്താഷ്യലിൻ്റെ പീസ് ഇങ്ങനെ വെച്ചിട്ട് ഗ്ലൂ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു കമ്പിയിൽ ഒരു ഇത്തിരി ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒരു ചെറിയ ടിഷ്യൂ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഗ്രീൻ ടേപ്പ് ഒട്ടിച്ചെടുത്താൽ മതി. ഇനി ആ ഒട്ടിച്ച് വെച്ച പിസ്താഷ്യയിൽ ഒരു ഇത്തിരിയും കൂടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ സ്റ്റെം അതിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ആദ്യം ഇങ്ങനെ ഈ സ്റ്റെം ഉണ്ടാക്കിയെടുത്തിട്ട് പിന്നെ അതിൽ ആ 3 പീസ് പിസ്താഷ്യയിൽ ഒട്ടിച്ചെടുത്താലും മതി കേട്ടോ. ഈ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ കുറേ നാര് പോലുള്ള സാധനങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ത്രെഡ് പോലുള്ളൊരു സാധനമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം കോട്ടൺ ത്രെഡ് ഉണ്ടല്ലോ, അപ്പോൾ അത് ഗ്രീൻ കളർ കൊടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ അതിൽ സീഡ് പോലൊരു സാധനം അങ്ങനെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉണക്കമുളകിൻ്റെ കുരുകളാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതെല്ലാം അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി ആ പിസ്താഷ്യലിനൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ലെമൺ യെല്ലോ ആക്രലിക് പെയിൻ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഫ്ലവർ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ 5 പെറ്റലുള്ള 4 പെറ്റലൊക്കെ ഉള്ള ഫ്ലവേഴ്സ് നേരത്തെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് മുട്ടുകൾ കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ പിസ്താഷ്യയിൽ വെച്ചിട്ടും അല്ലാതെ ടിഷ്യൂ വെച്ചിട്ടും ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഏറ്റവും ചെറിയ മുട്ടുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇയർബഡ്സ് വെച്ചിട്ടാണ്. അപ്പോൾ ഇയർബഡ്സിൻ്റെ ആ കോട്ടൺ വരുന്ന ഭാഗം കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു കമ്പിയിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിനെ പെയിൻറ്റ് ചെയ്തെടുത്താൽ മതി. വലിയ മുട്ടുകൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് ടിഷ്യൂ എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ത്രെഡ് കൊണ്ട് ശരിക്ക് കെട്ടിക്കൊടുക്കുക. എന്നിട്ട് അതിനെ പെയിൻറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇനി ഇതുപോലുള്ളൊരു കമ്പി എടുത്തിട്ട് അതിൽ ഈ മുട്ടുകളും പൂക്കളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇത് ബോട്ടിൽ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് വലിയൊരു ബഞ്ചായിട്ട് തന്നെ ഇത് അറേഞ്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ.
അപ്പോൾ ഇതുപോലെ പിസ്താഷ്യയിൽ വെച്ചിട്ട് നമ്മൾ ഒരുപാട് ബോട്ടിൽ ആർട്ടും ക്രാഫ്റ്റും ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ബോട്ടിലിന് പകരമായിട്ട് നമുക്ക് കാർഡ്ബോർഡ് ഷീറ്റിലും ചെയ്തെടുക്കാം കേട്ടോ. ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ കൊടുത്തിട്ട് വാൾ ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്തെടുത്താൽ മതി. നമ്മുടെ ചാനൽ വഴി നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും വീഡിയോസ് കാണണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഫ്ലവേഴ്സ് ഞാൻ അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബോട്ടിൽ കുറച്ച് ഫ്ലവേഴ്സ് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അതിന് ഞാൻ വൂളൻ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ജൂട്ട് ത്രെഡ് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ടിഷ്യൂ പേപ്പർ റോൾ ചെയ്തെടുത്തിട്ട് ഒട്ടിച്ചെടുത്താലും മതി. നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ കമ്പിയിലുള്ള ഫ്ലവർ ബഞ്ച് ഒട്ടിച്ചു കൊടുക്കേണ്ടത് ബോട്ടിലിൻ്റെ ഈ നെക്ക് ഭാഗത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ചെയ്തെടുക്കുന്ന ഈ ഫ്ലവറിൻ്റെ സ്റ്റെപ്പ് നിങ്ങൾ ആ കമ്പി ഒട്ടിച്ചതിന് ശേഷം ചെയ്തെടുത്താൽ മതി. ബോട്ടിൽ ഇങ്ങനെ ഡയറക്റ്റായിട്ട് പിസ്താഷ്യല് കൊണ്ട് ഫ്ലവറിൻ്റെ കണിക്കൊന്ന ബോട്ടിലായിട്ട് കുറേ ആളുകൾ ചെയ്തിട്ടുണ്ട് തോന്നുന്നു കേട്ടോ. പക്ഷേ 3D എഫക്റ്റിൽ ഇങ്ങനെ ആരും ബോട്ടിലായിട്ട് ചെയ്തതായിട്ട് ഞാൻ കണ്ടില്ല. ഞാൻ യൂട്യൂബിൽ കുറേ സെർച്ച് ചെയ്തൊക്കെ നോക്കിയിട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് പിക്സൊക്കെ വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് തരിക. വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ബോട്ടിലായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഞാൻ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. താല്പര്യമുള്ളവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ബോട്ടിലും അങ്ങനെ പിസ്താഷ്യലും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. മുകളിലൊക്കെ ഫ്ലവേഴ്സ് നന്നായിട്ട് വിരിഞ്ഞ് നിൽക്കുന്ന പോലെയും താഴെയായിട്ട് മൊട്ട് പോലെയൊക്കെ ആയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ മറ്റേ ത്രെഡിലും അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അറേഞ്ച് ചെയ്തെടുക്കാം കേട്ടോ. 3 പെറ്റൽ 4 പെറ്റലൊക്കെ അറേഞ്ച് ചെയ്തെടുക്കുക. ഇനി ആ കമ്പിയിൽ അറേഞ്ച് ചെയ്തെടുത്ത ആ ഫ്ലവേഴ്സും കൂടെ നമുക്കിവിടെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഏത് ഷേപ്പിലാണോ ബോട്ടിൽ, ആ ബോട്ടിലിൻ്റെ ഷേപ്പിനായിട്ട് ആ കമ്പിയിലൊന്നിങ്ങനെ വളച്ചു കൊടുക്കുക. എന്നിട്ട് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ആ ബോട്ടിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ള ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിലും കൂടെ ആ നാരുകൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി അതിന് കുറച്ച് ലീവ്സ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് പേപ്പർ കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ കട്ട് ചെയ്ത് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടോ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ആർട്ടിഫിഷ്യലായിട്ടുള്ള കുറച്ച് ലീവ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഗ്രീൻ കളർ വെച്ചിട്ട് ആ മുട്ടുകളിലും ആ ഫ്ലവറിൻ്റെ സെൻറ്ററിലൊക്കെ ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യണേ. SimplyYou Can സെർച്ച് ചെയ്താൽ മതി. ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അതിനങ്ങനെ ഒന്ന് നനച്ചു കൊടുക്കുക. എന്നിട്ട് റോൾ ചെയ്തെടുത്തിട്ട് പിന്നെ നെക്ക് ഭാഗത്ത് ഇതിനെ ചുറ്റി കൊടുക്കുക. ഒരു മരത്തിൻ്റെ ഒരു കൊമ്പിൻ്റെ ഒക്കെ അതുപോലെ തോന്നാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതിനെ ഞാൻ ബ്രൗൺ കളറും കൂടെ പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളത് ആഴ്ചയിൽ 3 ദിവസമാണ്. ട്യൂസ്ഡേ, തേഴ്സ്ഡേ, സാറ്റർഡേ. ഇന്ത്യൻ ടൈം 4 PM, UAE ടൈം 2:30
ചെറിയൊരു ടിഷ്യൂ പേപ്പർ ആ വൂളൻ ത്രെഡിൻ്റെ ആ ഭാഗത്തും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ വാർണിഷ് അപ്ലൈ ചെയ്ത് കാണിക്കണില്ല. നിങ്ങൾ എന്തായാലും ചെയ്യുമ്പോൾ ആ ഫ്ലവേഴ്സിനൊക്കെ ഒന്ന് വാർണിഷും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യുന്ന ഫ്രണ്ട്സുകളുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വിഷുവിന് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ക്രാഫ്റ്റ് തന്നെയാണിത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ട്രൈ ചെയ്യുന്ന പിക്ചേഴ്സൊക്കെ എനിക്ക് വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് തന്നാൽ മതി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. നെക്സ്റ്റ് ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. താങ്ക് യു.